ഹായ് സണ്ണിച്ച. നമ്മൾ ഈ ഫ്രഞ്ച് വിപ്ലവം എന്ന സിനിമയുടെ ഭാഗമായിട്ട് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഹായ്. അപ്പം ഫ്രഞ്ച് വിപ്ലവം സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പം എന്നെ പരിചയപ്പെടുത്താം, എത്ര ആൾക്ക് എന്നെ അറിയുന്ന അപ്പൊ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തിക്കാട്ടെ. എന്നാ കണ്ടിച്ചു പരിചയപ്പെടുത്തിക്കും. എല്ലാവരും സുഡാനി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടില്ലേ? അപ്പം കണ്ടില്ലേ? എന്താ അങ്ങനെയൊക്കെ പറയണേ? അപ്പൊ സുഡാനി ഫ്രം നൈജീരിയ എന്ന് പറഞ്ഞ സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ട്. കേരളത്തിൽ സുഡാനി ഫ്രം നൈജീരിയ കാണാത്തവരില്ല. അതിനകത്ത് ഒരു സീനുണ്ട്. ആ സീൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് കിട്ടും അല്ലേ? ഓക്കെ, പാസ്പോർട്ട് എടുക്കുന്ന സീൻ. അപ്പം ആ പാസ്പോർട്ട് എടുത്തു കൊടുത്ത മഹാൻ ഇങ്ങേരുടെ ഓട്ടോറിക്ഷയിലായിരുന്നു ആ പാസ്പോർട്ട് കിടന്നിട്ട് നമ്മൾ സുഡാനി പെട്ടുപോയത്. അതെ അതെ. അപ്പം എൻ്റെ പേര് നവാസ് വള്ളിക്കുന്ന്, കോഴിക്കോടാണ് വീട്. അപ്പം സണ്ണിച്ച് ഭയങ്കര ഇപ്പൊ ഹാപ്പിയിലാണ് നിൽക്കുന്നത്. അതിന്റെ കാരണം എനിക്ക് എന്താ നിൽക്കാറിയാം. ഞാൻ അഭിനയിക്കില്ലേ? അല്ല അഭിനയ. അപ്പൊ എന്താ നിങ്ങൾക്കും അറിയാം. ഇപ്പം കായംകുളം കൊച്ചിനെ സൂപ്പർ ഹിറ്റ് പടം ഇറങ്ങിയിട്ട് സണ്ണിച്ചപ്പം എന്താ പറയാ, വേറെ ലെവലിലാണ് ഇപ്പോൾ. എന്താ സണ്ണിച്ച നമ്മൾ ഈ കായംകുളം കൊച്ചുണ്ണി, അതുപോലെ ഇപ്പൊ നമ്മൾ അഭിനയിച്ച ഫ്രഞ്ച് വിപ്ലവം, ഇത് രണ്ടും എങ്ങനെ സണ്ണിച്ച ഇതെങ്ങനെയാണ് സണ്ണിച്ചന്റെ ഒരു മാറ്റം എന്താണ്? കായംകുളം കൊച്ചുണ്ണി അതുപോലെ ഫ്രഞ്ച് വിപ്ലവം എന്നാൽ വേറെ ഒരു ലെവലാണ്. അപ്പം ഇത് രണ്ടും എങ്ങനെയാണ് സണ്ണിച്ചന്? രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമയാണ്, രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡയറക്ടർ. പക്ഷേ എന്നല്ല, മറ്റേത് റോഷൻ ചേട്ടൻ, അതായത് നമ്മളൊക്കെ സിനിമയിൽ വരുന്നതിന് മുന്നേ ഉള്ള ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടി. ഒരു ഭാഗ്യം തന്നെയാണ്. അത് ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതും വില്ലൻ ജനങ്ങളെ. അപ്പോൾ അതിനകത്ത് നല്ല രസമായിട്ട് ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റി. പക്ഷേ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് നമുക്ക് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേറൊരു സിനിമ തന്നെയാണ്. പക്ഷെ രണ്ടിനും ഒരു കാര്യമുണ്ട്. എന്താണ്? രണ്ടും പ്രസന്റില് രണ്ടും 4. അപ്പോൾ പിന്നെ രണ്ടും പീരിയോഡിക് സിനിമയാണ്. ഒന്ന് 96, പക്ഷെ മറ്റേത് ഒരു 200 കൊല്ലം ബാക്കിലുള്ള. അപ്പം അങ്ങനെയുള്ള സിനിമയാണ്. അപ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, രണ്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഓക്കെ. അപ്പം സണ്ണിച്ചനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നമ്മൾ എല്ലാവർക്കും മലയാളികൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാൾ ആർട്ടിസ്റ്റാണ് സണ്ണിച്ചൻ. അപ്പൊ കൂടെ നമ്മൾ വേറെ ആളുണ്ട്, ഫ്രഞ്ച് വിപ്ലവത്തിലെ നായിക ആര്യ. ഹായ്, എന്താ സ്ഥിതി? 26-ാം തീയതി ഫിലിം ഇറങ്ങാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഹരി നമ്മളെ ഫ്രഞ്ച് വിപ്ലവത്തിലെ? ഒന്നും പറയാനില്ലേ? അവർക്ക് ബേസിക്കലി ഇഷ്ടപ്പെട്ടില്ല സിനിമ. ഓരോ സീൻ ചെയ്ത് കഴിഞ്ഞാലും വന്നിട്ട് ഇങ്ങനെ ക്യാമറയുടെ ബാക്കിൽ വന്ന് ഇങ്ങനെ നിൽക്കും. ബാക്കിൽ ഇങ്ങനെ വന്നിട്ട് പിന്നെ പറയും, ഞാനിത് ചെയ്ത് ശരിയായില്ല. പക്ഷെ മജുസാർ പറഞ്ഞത് നല്ല ശരിയായിന്നാ ഇപ്പൊ കണ്ടപ്പോ പറഞ്ഞത്. ആര്യൊക്കെ സൂപ്പർ ആയി, വളരെ നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സോങ് തന്നെ നമ്മുടെ ഒരു സിംഗിൾ ടേക്ക് സോങ് ഉണ്ട്. ആ സോങ് കണ്ടിട്ടുള്ള എല്ലാവരും പറഞ്ഞത് വളരെ വളരെ രസമായിട്ടുണ്ട്. എന്താ പറയാ, പിന്നെ സിംഗിൾ ടേക്ക് ആയതുകൊണ്ട് ഒരു 2 മിനിറ്റും 53 സെക്കൻഡ് കാണുന്നുണ്ട്. യൂട്യൂബിലൊക്കെ നല്ല വൈറല്ലേ, എല്ലാവരും നല്ല അഭിപ്രായം. നല്ല അപ്പൊ ആരും പേടിക്കണ്ട, നല്ല അഭിപ്രായമാണ് എല്ലാവരും. പിന്നെ എനിക്ക് സണ്ണിച്ചേട്ടനോട് ഒരു കാര്യം ചോദിക്കണ്ടേ. എന്റെ ലൈഫില് ഞാൻ ഇന്നേ വരെ ഒരു ആണിനെ തല്ലിയിട്ടില്ല. നല്ലൊരു തല്ല കൊടുത്തത്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല ചൂടുള്ളൊരു അടിയായിരുന്നു. അപ്പൊ ഞാന് സത്യം പറഞ്ഞാല് ഇങ്ങനെ ഒരു അടി കൊണ്ട് കിടക്കുന്ന ഒരു സീനാണ് സത്യം പറഞ്ഞാല്. ആര്യയുടെ സീൻ എന്ന് പറഞ്ഞാൽ ആര്യ നേരെ വന്നിട്ട് അങ്ങ് അടിയാണ് ഇങ്ങനെ ഒരു അടി. പക്ഷെ അടി എന്ന് പറഞ്ഞാല് അടിച്ചോണ്ടിരിക്കുവാണ്. അപ്പൊ അടിയില് ഫസ്റ്റ് അടിയിൽ തന്നെ ഞാൻ ചാടി എഴുന്നേറ്റ് പിന്നെ ഒരു അടിയും കൂടെ അടിച്ചു. അപ്പോഴേക്കും ഞാൻ ഇങ്ങനെ കാണിച്ചു. അപ്പൊ അത് കറക്റ്റ് സീനില് രസകരമായിട്ട് അത് 2 പ്രാവശ്യം എടുക്കുകയും ചെയ്തു. അപ്പൊ 2 അടി സിംഗിൾ ടേക്ക് ആണ് സോങ് അല്ല സീൻ. ഈ സിനിമയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് 90 സീൻ ഉണ്ടെങ്കിൽ 90 എല്ലാം സിംഗിൾ ടേക്കാണ് നമ്മളെല്ലാവരും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആര്യയുടെ ആ സീൻ എന്ന് പറഞ്ഞാൽ ആര്യ ഈ വീട്ടിന്റെ മുറ്റത്തുനിന്ന് എവിടുന്നോ ഇങ്ങനെ നടന്ന് വന്ന് വീട്ടിൻ്റെ ഇവിടെ വന്ന് ആരോടോ എന്തോന്ന് പറഞ്ഞ് ഒരു 2 ഡയലോഗ് അടിച്ച് നേരെ വന്ന് ഞാൻ
അവിടെ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന അവിടെ വന്നിട്ട് അടി. അപ്പൊ ഈ സിംഗിൾ ടേക്ക് ആയതുകൊണ്ട് നമ്മളൊരു 3-4 പ്രാവശ്യം റിഹേഴ്സൽ പോകണല്ലോ. അപ്പൊ കുറച്ച് അടി കിട്ടിയിട്ടുണ്ടാവും. രണ്ടും 8 അടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അടിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല കൊട്ടേഷനൊക്കെ എടുക്കാൻ പറ്റും. അല്ല സണ്ണിച്ച, ഇതിന്റെ മുന്നേ വേറെ ഏതെങ്കിലും പെണ്ണിനോട് അടി കിട്ടീനോ? എന്തിന്? എന്തെങ്കിലും കാരണത്താല്? ഇല്ല അങ്ങനെ അടി ഇല്ല. ഫസ്റ്റ് അടി എനിക്ക് ഇവിടെ കിട്ടിയല്ലേ? അപ്പൊ ചൂട് മനസ്സിലായി പെണ്ണുങ്ങളെ അടിന്റെ അല്ലേ? പിന്നെ ഭയങ്കര ചൂടാണ്. കയ്യൊന്ന് കാണിച്ച്. നമ്മുടെ ഈ കായംകുളം കൊച്ചുണ്ണിയും ഫ്രഞ്ച് പ്ലോയും ഏകദേശം ഒരു ടൈമിലും കണ്ടുവല്ലോ ഷൂട്ടിങ്? ഏകദേശം അല്ല, മറ്റേത് തുടങ്ങിയത് സെപ്റ്റംബർ മാസത്തിലാണ് തുടങ്ങിയത്. നേരത്തെ നമ്മുടെ മാർച്ചിൽ. അപ്പൊ ഞാൻ ചോദിക്കണേ, ഈ 2 ക്യാരക്ടർ അപ്പോൾ ഇങ്ങനെ മാറി മാറി ചെയ്യുമ്പോ എങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസ്? ഞാൻ ഭയങ്കര അഭിനേതാവായതൊന്നും വലിയൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ശരിയാ വന്നിട്ടല്ലേ? അത് തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊച്ചുണ്ണി കണ്ടപ്പോ മനസ്സിലായി. ഓക്കെ. അപ്പോ അതായത് രണ്ടും നല്ല ഡയറക്ടേഴ്സാണ്. അപ്പൊ നമുക്ക് നല്ല ഗൈഡ് ലൈൻസ് ആണ് അവരുടെ അടുത്ത് ചെയ്യാനും സുഖം. പിന്നെ നമുക്ക് ഒരു ഉപകാരം ഉണ്ടായതെന്ന് വെച്ചാല്, ഇപ്പൊ കായംകുളം കൊച്ചുണ്ണി ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, അപ്പൊ 6 മാസം ഷൂട്ട് കഴിഞ്ഞ സമയത്ത് എനിക്കൊരു 10-25 ദിവസത്തെ ഒരു ബ്രേക്ക് വന്നപ്പോഴാണ് മജുവിൻ്റെ അടുത്ത് ഞാൻ കറക്റ്റ് ഒരു മാസം മുന്നേ പറഞ്ഞു, നമുക്ക് മാർച്ചിൽ നമുക്ക് ഇങ്ങനെ ബ്രേക്ക് വരും, അപ്പോൾ ഷൂട്ട് ചെയ്യാം. പക്ഷെ എനിക്കൊരു ഒരാഴ്ചത്തെ ഒരു ഗ്യാപ്പ് കിട്ടി. കഥ ഞാൻ നേരത്തെ വായിച്ചായിരുന്നു. അപ്പം പിന്നെ എനിക്ക് പിന്നെ ആ ഹെയറൊക്കെ സ്റ്റൈലൊക്കെ ചെയ്തു തന്നില്ലേ, അത് ആ 96-ലെ സ്റ്റൈലിട്ട് നമ്മൾ പോയപ്പോൾ തന്നെ നമുക്കൊരു കഥാപാത്രങ്ങൾ മാറി. അങ്ങനെ ഞാൻ ഭയങ്കര ആർട്ടിസ്റ്റാന്നല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലായി. നമുക്ക് ആ സാധനമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ നമുക്ക് തന്നെ വേറൊരു ടോട്ടൽ എല്ലാവരും എനിക്ക് തോന്നുന്നു റോണക് ചേട്ടനും ടീമും അടിപൊളിയായിട്ട് എല്ലാവർക്കും 96 കാലഘട്ടത്തിലെ ആൾക്കാരാക്കി. ഇപ്പൊ ചെമ്പന്റെ സ്റ്റൈലാണെങ്കിലും ലാൽ സാറിന്റെ സ്റ്റൈലാണെങ്കിലും ഇപ്പൊ നിന്റെ ആണെങ്കിലും ഇപ്പൊ നവാസ്, അപ്പൊ എല്ലാവരുടെയും. പിന്നെ നമ്മളുടെ ആ ഒരു ഞാൻ സിനിമയ്ക്ക് തൊട്ട് മുന്നേ, സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഇപ്പൊ ഇവരുടെ കൂടെ ലൊക്കേഷനിലൊക്കെ പോയിട്ടായിരുന്നു. എന്റെ വീട്, പിന്നെ ആര്യയുടെ വീട്, നമ്മളുടെ ക്ലബ്ബ്, ആ കവല, അവിടെയൊക്കെ പോകുമ്പോ തന്നെ ഇപ്പൊ നമ്മുടെ കായംകുളം കൊച്ചുണ്ണിയിലുള്ള ഒരു ലൊക്കേഷൻ അല്ല ഈ ഒരു ലൊക്കേഷൻ. അപ്പൊ നമ്മള് പ്ലേ ചെയ്യേണ്ട ഇവിടെയൊക്കെയാണ്. അപ്പൊ നമുക്കൊരു നല്ലൊരു ഗൈഡ് ലൈൻസ് നമുക്ക് ഇങ്ങനെ മജുവിന്റെ അടുത്ത് നിന്നൊക്കെ അപ്പം ഫ്രഞ്ച് വിപ്ലവത്തിനാണ് അതങ്ങനെ കിട്ടിയിരുന്നത്. വലിയ കുഴപ്പമില്ലായിരുന്നു. നമുക്ക് അത്രയ്ക്ക് ഭയങ്കര എഫേർട്ടൊന്നും എടുക്കേണ്ട ഒരു ഇതായിട്ട് തോന്നിയില്ല. നമുക്ക് എല്ലാം ഈസി ആക്കി തരുമായിരുന്നു. മജുവിന് പിന്നെ ആ പടത്തിനെ കുറിച്ച് നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇത് എങ്ങനെ ചെയ്യണം മൂപ്പര മനസ്സിലുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല ശരി ചെയ്യാൻ പറ്റി. എല്ലാവരും നന്നായിട്ട് ചെയ്തു എന്നാണ് ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട്. നിങ്ങൾ ഈ പിന്നെ സുഡാനി ഉണ്ടല്ലോ, ശരിക്കുള്ള സുഡാനി ഇതിലൊക്കെ ആയിട്ടൊക്കെ അഭിനയിച്ച് വന്നതാണല്ലോ ഈ മലയാളം അറിയാത്ത ആൾക്കാരൊക്കെ ആയിട്ട്. അപ്പൊ വന്നിട്ട് ഞങ്ങളെ പോലത്തെ ആൾക്കാരുടെ ഒക്കെ കൂടെ അഭിനയിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു? നിങ്ങൾ ആദ്യത്തെ സിനിമയായിരുന്നു, നിങ്ങൾ രണ്ടാമത്തെ സിനിമയായിരുന്നു ഫ്രഞ്ച്. സണ്ണിച്ച, ഈ രഹസ്യം ആരോടും പറയരുത്. ഞാൻ ആ സുഡാനിയോട് സത്യം പറയുകയാണെങ്കിൽ ഗുഡ് മോർണിംഗ് മാത്രമേ സംസാരിച്ചുള്ളൂ. സത്യം പറയാലോ, വേറെ ഒന്നും ആ സുഡാനിയോട് സംസാരിച്ചില്ല. ഗുഡ് മോർണിംഗ് പറയും, ഗുഡ് നൈറ്റ് പറയും, വേറെ ഒന്നും സംസാരിച്ചില്ല. അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ എളുപ്പമായി. പിന്നെ ഇപ്പൊ ഇതിലിപ്പോ ഞാൻ മാവോ എന്ന ക്യാരക്ടറാണ് ചെയ്തത്. അപ്പൊ എന്റെ ആ ക്യാരക്ടർ ഇവിടെ പുറത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥ. എന്റെ ക്യാരക്ടർ എന്താണെന്ന് അറിയാലോ. അപ്പൊ അത് പുറത്ത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആര്യക്ക് എങ്ങനെയായിരുന്നു? ആര്യന്റെ ക്യാരക്ടർ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയോ? പറ്റുന്ന രീതിയിലൊക്കെ അല്ല, ആര്യയുടെ മനസ്സിലുണ്ടാവില്ല നല്ല രീതിയിൽ ചെയ്തോ ഇല്ലേ? അങ്ങനെ ഒരു എന്ത് തോന്നി ആ പാട്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ എന്ത് തോന്നി? ഞാൻ അതായത് ഇപ്പൊ ഈമായുലായിരുന്നു ആദ്യം, ഇപ്പൊ ലാസ്റ്റ് ചെയ്തത് ഈമായു ആയിരുന്നു. ഈമായുലെ സമയത്ത് വളരെയധികം നോട്ടീസ് ചെയ്ത നല്ലൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതിനുശേഷം എന്താ പറയുക, വേറൊരു ടീനേജ് മാരീഡ് അല്ല എന്നാൽ എന്തൊക്കെയോ കുറേ പോക്കിരിത്തരങ്ങളൊക്കെ ഒപ്പിച്ച് വയ്ക്കുന്ന ഒരു നാട്ടിൻപുറത്ത് കാര്യമായിട്ടുള്ളൊരു സംഭവം. അപ്പം അവിടുന്ന് ഇത് ചെയ്യാൻ
ഇപ്പം മറ്റേത് ലിജോ ജോസ് പല്ലിശ്ശേരി ആയിരുന്നു ആ സിനിമയുടെ ഡയറക്ടർ. ഓക്കെ, ഇത് മജ്ജു ആയിരുന്നു. അപ്പം ഈ പാട്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പം എന്ത് തോന്നി? ഐ മീൻ പാട്ട് ആക്ച്വലി നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി? ആ ഒരു 3 മിനിറ്റിലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പറയൽ എനിക്ക് ടെൻഷൻ റിലേ പോയി. എനിക്കും കത്ത്. കാരണം സബേദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ളൊരു ലേഡിയാണ്. ഫാമിലി കൊണ്ട് നടക്കുക. പിന്നെ ഫിലിം മൊത്തം ഒരു മരണം ആ മൂഡാണല്ലോ. അപ്പം പിന്നെ അത് ചെയ്തതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ പണി വളരെ ഇപ്പോൾ കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം സമയത്തൊക്കെ റിയൽ ലൈഫിലേക്ക് തിരിച്ചു വന്നിട്ട് ഇങ്ങോട്ട് വന്നു. ഇല്ല, നീര് വലിയ കുഴപ്പമില്ല. നീര് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യായിരുന്നു. കാരണം പഴയൊരു മീരയായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞു വെറുതെ കുടുംബങ്ങൾ സണ്ണിച്ച, നമ്മൾ ഈ 1996 ഈ ചാരായ നിർത്തലാക്കിയില്ലേ, അതിനെ കുറിച്ച് സണ്ണിച്ചാൻ്റെ അഭിപ്രായം എന്താ? നല്ലൊരു ബ്രില്യൻ ചോദ്യമായിരുന്നു അത്. അല്ലേ? നല്ല ഭയങ്കര ബ്രില്യൻ ആയിരുന്നു. താങ്ക് യു. കാരണം നമ്മളങ്ങ് പെടുത്തി കളയുവാണല്ലോ. തീർച്ചയായിട്ടും. അതായത് ഞാൻ പറയണം എന്ത് ചാരായ നിർത്തിയതിനെ കുറിച്ച് സണ്ണിച്ചാൻ്റെ അഭിപ്രായം. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇതിന്റെ ഒരു കറക്റ്റ് ഒരു നല്ല രസകരമായ ചോദ്യമായിരുന്നു കേട്ടോ. ഇപ്പൊ എന്റെ അഭിപ്രായമാണ് ചോദിച്ചത്. അതെ. ഇപ്പൊ എന്റെ അഭിപ്രായം എങ്ങനെ വേണേലും പറയാം എനിക്ക്. തീർച്ചയായിട്ടും. അപ്പൊ എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും നിർത്തിയ ആൾക്കാരോട് തന്നെ ചോദിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. അതായത് നിർത്തിയത് ശരിയായിരുന്നോ? ഇപ്പം അത് നിർത്തിയിട്ട് ഇപ്പോൾ 96, 2006, 2016, 2018 ആയി. അതായത് 22 വർഷം കഴിഞ്ഞു. അത് നിർത്താൻ എന്തായിരുന്നു അതിന് കാരണം? പിന്നെ നിർത്തിയിട്ട് നമ്മൾ എന്ത് നേടി? ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തിയ ആളിനോട് നിർത്തി ചോദിക്കുന്നേ ബെസ്റ്റ്. ഞാനൊരു കാര്യം പറയട്ടെ, അല്ല നിർത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാവുമായിരുന്നു. അത് മറ്റൊരു വളരെ റൈറ്റ് ആയിട്ടുള്ളൊരു ഉത്തരവാണ്. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാവില്ല, നമ്മളെല്ലാവരും ഈ സിനിമയിൽ അഭിനയിക്കില്ല, ഇങ്ങനെ ഒരു ഇന്റർവ്യൂ പോലും ഉണ്ടാവില്ല. അതെ. ഈ ഫ്രഞ്ച് വിപ്ലവം എന്നുള്ളത് നമ്മൾ ഏതോ ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്നില്ലേ? അറിയോ? അല്ല, അറിയില്ല. അതുകൊണ്ട് ഞാനിപ്പോ വരാം. അറിയോ? അല്ല, ഞാൻ പഠിച്ചിട്ടാ അന്ന് പഠിച്ചില്ല, ഇപ്പൊ പഠിച്ചു. അതെ. അപ്പൊ അന്ന് പഠിച്ച ഫ്രഞ്ച് വിപ്ലവം തന്നെയാണ്. അപ്പൊ അല്ല, ഇത് വേറെയാണല്ലോ. ഇത് ഫ്രഞ്ചിൽ നിന്ന് വന്ന വിപ്ലവമാണ്. ഇത് പിന്നെ എന്താ പറയാ, ഫ്രഞ്ചിൽ നിന്ന് ഇങ്ങനെ ഒരു തോണി തുഴഞ്ഞ് ഇതേപോലെ ഒരു പുഴയിലൂടെ ഇങ്ങനെ ഒഴുകി വന്ന വസന്തം എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു വസന്തം അവിടെ മൊത്തം ഒരു പ്രശ്നം ഉണ്ടാക്കി, വിപ്ലവമാക്കി. അതാണ് ഫ്രഞ്ച് വിപ്ലവം അല്ലേ? പിന്നെ ഈ ഫ്രഞ്ച് വിപ്ലവം എന്നുള്ള പേര് കേൾക്കുമ്പോൾ എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്, കേൾക്കുമ്പോൾ ഭയങ്കര സീരിയസ് ടൈപ്പ് മൂവിയാണെന്ന് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ ആക്ച്വലി അത് എങ്ങനെയാണ്, എന്താന്നുള്ളത് എനിക്കും മജുവിനും പിന്നെ പാപ്പിനോ ക്യാമറ ചെയ്തിട്ടില്ല, പിന്നെ ഈ സിനിമ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരും. അപ്പൊ നിനക്കും ഉണ്ടാവും, അതുകൊണ്ടാണ് നീ ചോദിച്ചത്. എല്ലാവർക്കും ബേസിക്കലി ആ ഒരു ടെൻഷൻ ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന നമ്മളെല്ലാവരും ആ സിനിമ ചെയ്തിരിക്കുന്നത് വളരെ ഹാപ്പി ആയിട്ട് നല്ലൊരു ലൊക്കേഷനിൽ നമ്മൾ ആ സിനിമ ചെയ്തിരിക്കുന്നത്. പക്ഷേ സിനിമ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മളതിൻ്റെ ട്രെയിലറും പാട്ടൊക്കെ വിട്ട് കഴിഞ്ഞപ്പം ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ക്യൂരിയസ് ആയി. അപ്പോൾ ക്യൂരിയസ് ആയി കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു എന്താ പറയുക, പല ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇത് സീരിയസ് ആണോ, അല്ലെങ്കിൽ എന്താ ഇതിൻ്റെ ജോണർ, ഇപ്പോൾ വിഷ്വൽസ് എല്ലാം കാണാൻ രസമുണ്ട്. ഇപ്പം ഇതിനിപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയാണ് പറയേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു കാരിക്കേച്ചർ സ്വഭാവമുള്ളൊരു സിനിമയാണ്. പിന്നെ തമാശയാണ് ബേസിക്കലി. ഒരു കോമഡി ട്രാക്കിൽ കൂടെ തന്നെയാണ് സിനിമ പോകുന്നത്. നമ്മളൊരു സാധാരണ ഒരു റെഗുലർ കോമഡി അല്ല. ഇപ്പോൾ നേരത്തെ ഇവൻ എന്തോ ഒരു കോമഡി പറഞ്ഞില്ലേ, 2 എന്ന് പറഞ്ഞപ്പോൾ ഒരു 4 എന്ന് പറഞ്ഞില്ലേ, അല്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു കോമഡി അല്ല. അങ്ങനെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ നീ സ്റ്റേജ് ചെയ്യുന്ന ആ ഒരു കൈൻഡ് ഓഫ് കോമഡി അല്ല. അങ്ങനത്തെ ഒരു നാടൻ ശൈലിയില് നാട്ടിൻപുറത്ത് നമ്മൾ ഈ കലുങ്കിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ എന്താ പറയാ, നാട്ടിൻപുറത്തുകാർ പറയണ അങ്ങനത്തെ ഒരു കറക്റ്റ് ഒരു ലോക്കൽ കോമഡികൾ വിത്തൗട്ട് നോൺ വെജ് ഒക്കെ ആയിട്ടുള്ള
കോമിക് സിനിമ തന്നെയാണ്. പിന്നെ ആളുകൾ പറഞ്ഞ പോലെ എനിക്കിങ്ങനെ ഭയങ്കര ഒരു ഓവർ എക്സ്പെക്ടേഷൻ ഇതിനൊരു അത് വേണ്ട. നമുക്കും അതേപോലെ തന്നെ നമുക്കും ഭയങ്കര അവകാശവാദങ്ങളൊന്നുമില്ല. ഇത് വൻ സിനിമയാണെന്നുള്ളൊന്നും പറയുന്നില്ല. 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ചിരിക്കാതെ അത്ര ഫാമിലി എന്റർടൈനർ ആണ്. തീർച്ചയായിട്ടും ഒരു ഡിഫറെന്റ്. എല്ലാവരും ചോദിക്കുന്നത് പറയുന്നത് എല്ലാവർക്കും വേണ്ടത് ബേസിക്കലി എല്ലാവരും പറയും ഞങ്ങൾക്ക് വ്യത്യസ്തമായ സിനിമ. അതെന്തായാലും ഈ ഫ്രഞ്ചിലുണ്ടാവും. പിന്നെ ഇതെല്ലാവരും ഇതൊരു പരീക്ഷണ സിനിമയും കൂടിയാണ്. പക്ഷെ ഇത് അവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാനും അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. പക്ഷെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള വളരെ ജെന്യൂൻ ആയിട്ടുള്ളൊരു ഒരു പരീക്ഷണമാണ്. പിന്നെ എന്നൊക്കെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യ സണ്ണിച്ചന്റെ കൂട്ടത്തിൽ അതേപോലെ ലാൽ സാറിന്റെ കൂട്ടത്തിലൊക്കെ അഭിനയിക്കാന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ 2ാമത്തെ പടമാണ്. അപ്പം സണ്ണിച്ചൻ നടക്കണം എന്നെ ഒരുപാട് ആര്യൊക്കെ തന്നെ അറിയാലോ. സണ്ണിച്ചൻ എന്നോട് പറയുന്നത് നവാസ് നീ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ. അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മളോട് സംസാരിക്കും. എൻ്റെ ഇതാട്ടോ, ഞാനത് സെറ്റിലേക്ക് വരുമ്പോൾ ഞാൻ വിചാരിച്ചില്ല എന്നോട് സണ്ണിച്ചൻ സംസാരിക്കുമോ, എന്താണ് ഫ്രണ്ടായിട്ടാണ് ചങ്ങായി ആയിട്ടാണ് ഇതിൽ അഭിനയിക്കുന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ വേറെ ഞാൻ വിചാരിച്ചതിനായിട്ട് അങ്ങേപ്പുറം സണ്ണിച്ചൻ നമ്മളെ അടുത്ത് വന്ന് നവാസ് നമ്മളത് അങ്ങനെ ചെയ്തല്ല സത്യം. ഇപ്പം ഈ ഫ്രഞ്ച് കഴിഞ്ഞപ്പം ചെയ്യുന്നതും സണ്ണിച്ചന്റെ കൂട്ടത്ത് തന്നെയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഷൂട്ട്. അപ്പം എല്ലാം കൊണ്ടും സന്തോഷം. പിന്നെ സണ്ണിച്ച നമ്മൾ ഈ മലയാള സിനിമ നായകന്മാരെന്നൊക്കെ പറയുമ്പോൾ ഒരു സൽഗുണ സമ്പന്നരാണ്. അപ്പൊ സണ്ണിച്ചൻ ഈ ഫ്രഞ്ചിൽ ഈ നായക വേഷം എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാരായം കുടിക്കും. ഇപ്പൊ ചാരായം കുടിക്കും. പിന്നെ എന്ത് കിട്ടിക്കഴിഞ്ഞാൽ മതില് ചാടും. അല്ല ട്രെയിലറിലുണ്ട് മതില് ചാടും. അതായത് ഇപ്പൊ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി നമ്മള് രാത്രി പഴയ മംഗളമൊക്കെ പിടിച്ച് ഇപ്പൊ മീരയുടെ വീട്ടില് മീരയുടെ ബർത്ത്ഡേക്ക് നമ്മൾ ചാടുന്നുണ്ട് മംഗളം. പിന്നെ ഒരു അവളുടെ ബർത്ത്ഡേക്ക് നമ്മള് ഗിഫ്റ്റ് കൊടുക്കാൻ അപ്പൊ പക്ഷെ അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മള് ഈ മംഗളമൊക്കെ പിടിച്ച് ആ സീനൊക്കെ അഭിനയിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കില്ല ജീവിതത്തിൽ ചാടിയോണ്ട്. അപ്പൊ ഭയങ്കര എളുപ്പമായിരുന്നു. പക്ഷെ മതിലിന് ഈ ഇപ്പത്തെ മതിലിന് എന്താ വെച്ചാല് ഞാൻ ജനിക്കുന്നതിന്റെ മുന്നേ ഉള്ള മതിലാ. അപ്പൊ പൊക്കം കൂടുതലാ, ബുദ്ധിമുട്ടി കുറച്ച് ബുദ്ധിമുട്ട്. പക്ഷെ നിങ്ങളെല്ലാവരും ഉള്ളതോടെ ഒരു ഉപകാരം പൊക്കിയെടുത്ത് അപ്പുറത്തോട് ഇട്ടല്ലോ. പിന്നെ സണ്ണിച്ചാണ് ഇപ്പം മലയാള സിനിമയിൽ ഇപ്പം ഒരു വലിയൊരു ബിഗ് ബഡ്ജറ്റ് പടം ഇറങ്ങി, അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവം ഇറങ്ങാൻ നിൽക്കുന്നു. അപ്പോൾ ഈ 2 പടം എങ്ങനെ സണ്ണിച്ചാൽ താരതമ്യം ചെയ്യുന്നത്? എന്തിൻ്റെ ബേസിൽ? ഇപ്പം വലിയൊരു പടം ചെയ്ത് ഇതിപ്പോൾ ഒരു അത്ര ബിഗ് ബഡ്ജറ്റ് പടം പിന്നെ കായംകുളം കൊച്ചുണ്ണി, അതുപോലെ തന്നെ ഇപ്പം ഫ്രഞ്ച് വിപ്ലവം അത്ര ഇതല്ലെങ്കിലും അപ്പോൾ ഇത് 2 എങ്ങനെ സണ്ണിച്ചാൽ? ഞാൻ ബഡ്ജറ്റ് ബേസ് ചെയ്തിട്ട് ഒരിക്കലും സിനിമയെ അങ്ങനെ കമ്പയർ ചെയ്യുന്നില്ല. പക്ഷേ ആ സിനിമയ്ക്ക് അത്രയ്ക്കും ബഡ്ജറ്റ് വേണം. ഇപ്പം നമ്മളിപ്പോൾ ചരിത്രപരമായിട്ടുള്ള ചില സിനിമകളോ അല്ലെങ്കിൽ എന്താ പറയുക ചില കഥ ഡിമാൻഡ് ചെയ്യണ ഒരു ബഡ്ജറ്റ് ഉണ്ട്. അപ്പം അതിന് ആ ഒരു ബഡ്ജറ്റ് എന്തായാലും അത് മാറ്റർ തന്നെയാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ സിനിമയ്ക്ക് എന്താ പറയുക നമ്മുടെ കഥയ്ക്ക് ഇത്ര ബഡ്ജറ്റ് മതി. ഓക്കെ, കാരണം നമ്മുടെ കഥ പറയണത് അങ്ങനത്തെ ഒരു ഗ്രാമവും നാടും അവിടെ നമ്മളെ എന്താ പറയുക ഒരു ഫ്ലാറ്റ് പോലും ഇല്ല അതിനകത്ത്. ശരിയാ, ഒരു നഗരത്തിന്റെ ഒരു സാധനം അവിടെ ടച്ച് ചെയ്തിട്ടില്ല. അപ്പൊ അവിടെ നമുക്ക് അങ്ങനത്തെ ഒരു ബഡ്ജറ്റ് വേണ്ട നമുക്ക് അങ്ങനെ. പിന്നെ അങ്ങനത്തെ എന്താ പറയാ ഇപ്പോൾ കോസ്റ്റ്യൂംസ് ആണെങ്കിലും ഒന്നുമില്ലെങ്കിലും എന്താ പറയാ നമുക്ക് അങ്ങനെ വലിയൊരു ബഡ്ജറ്റ് ഓറിയന്റഡ് സിനിമയല്ല. പക്ഷെ ജനങ്ങൾക്ക് എന്താ പറയാ എൻഡ് ഓഫ് ദ ഡേ അവർക്ക് ആ ഔട്ടാണ് ജനങ്ങൾ ബേസിക്കലി കാണുന്നത്. അവർക്ക് ജനങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് ടോട്ടലി ചിലപ്പോൾ ഈ ഒരു ഔട്ടും അവർ എൻ്റർടൈൻഡ് ആവാൻ വേണ്ടി വരുന്ന ആ ടൈമും അവർ വാച്ച് ചെയ്യുന്ന സിനിമയാണ് അവർ നോക്കിക്കാണണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ മജീദിയുടെ ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അത് വളരെ എന്താ പറയുക അതിനൊന്നും അത്രയൊന്നും ഒരു ഇൻ്റർനാഷണൽ സിനിമയാണ്. അപ്പോൾ അതിനൊന്നും അത്ര ബഡ്ജറ്റൊന്നും വന്നിട്ടില്ല. പക്ഷേ ഒരുപാട് അവാർഡുകളൊക്കെ മേടിച്ച സിനിമയാണ്. പക്ഷെ എല്ലാ ആളുകൾക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷെ അപ്പം അങ്ങനെ ബഡ്ജറ്റ് അങ്ങനെ ഒരു കമ്പയർ ചെയ്യില്ല.